പേജ് നമ്പർ 13-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. കണ്ടോ, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് നിങ്ങൾക്ക് 105 ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നാണ് പറഞ്ഞത്. സീക്വൻസിലെ ആ അരിത്തമെറ്റിക് സീക്വൻസിലെ 6 ടേമുകൾ നിങ്ങൾ എഴുതുക. ആദ്യത്തെ ടേം എന്താണെന്ന് വന്നിട്ടുണ്ട്? എ. ആൻസർ ആണ് എ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 5. നിങ്ങൾക്ക് S6 എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 105 ആണെന്ന് തന്നിട്ടുണ്ട്. എയും തന്നു, സമ്മും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? ഫസ്റ്റ് 6 ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 6 ടേമുകൾ കണ്ടുപിടിക്കണം. ഈസിയാണ്, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? S6 തന്നെ എടുക്കുക. n/2, അതായത് n എന്ന് പറയുന്നിടത്ത് എന്ത് കൊടുക്കുക? 6/2 ഇൻറ്റു 2a. 2 ഇൻറ്റു എ, എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 5 പ്ലസ് n-1 ഇൻറ്റു ഡി. n- എന്ന് പറഞ്ഞാൽ എന്താ? 6-1 ഇൻറ്റു ഡി. ഡി നമുക്കറിയത്തില്ല, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 105 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? 6ഉം 2ഉം ക്യാൻസൽ ചെയ്യുക. ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു 2 ഇൻറ്റു 5 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 2 ഇൻറ്റു 5 എത്രയാണ്? 10 പ്ലസ് 6-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5. ഡി ഈക്വൽ ടു 105. ഓക്കെ ആണേ? ഈ 3 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയേ. നമുക്ക് 3 ഇൻറ്റുകൾ കിടക്കുന്ന 3 ആണ്. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറ്റാം. നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് 10 പ്ലസ് 5d ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 3. ദാ 105നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം 3 കൊണ്ട്. 10ലെ ഹൗ മെനി ടൈംസ്? 3 ടൈംസ് 9. അപ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടും. 5 താത്തിറക്കുക. 15ൽ എത്ര വെട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. 5 ടൈംസ് ആണ് 15. കിട്ടി. എന്താണ് വാല്യൂ? 35 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10 പ്ലസ് 5d എന്ന് പറഞ്ഞാൽ 35 കിട്ടി. ഇനി എന്ത് ചെയ്യുക? 5d ഈക്വൽ ടു 10 പ്ലസ് 10 ആണ്. അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. -10. യു വിൽ ഗെറ്റ് 35 - 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 25. ഓക്കെ ആണല്ലോ? d ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 5. നിങ്ങൾക്ക് എന്ത് കിട്ടി? 5. കഴിഞ്ഞു. നമ്മളുടെ ഫസ്റ്റ് ടേമും 5 ആണ്. നമ്മുടെ ഡിഫറൻസും എന്ത് തന്നെയാണ്? 5 ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാമല്ലോ? ഈസി ആയിട്ട് എഴുതാം. എന്താ? 5 കൂട്ടുക, അതായത് ഡിഫറൻസും 5 തന്നെയാണ്. 15, 20, 25, 30. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.